മത്തായി സുവിശേഷത്തിൽ യേശു സ്വർഗരാജ്യത്തെപ്പറ്റി പറയുന്ന ഏറ്റവും അവസാനത്തെ ഉപമയാണ് നമ്മളിന്ന് വായിച്ചു കേൾക്കുന്നത്. ഈ ദിവസങ്ങളിലൊക്കെ യേശു ഉപമകളെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവരാജ്യത്തിൻ്റെ വ്യത്യസ്തമായ ഉപമകളെക്കുറിച്ച്. ഈ ഉപമകളൊക്കെ ഇന്നത്തോടുകൂടി പറഞ്ഞു തീർക്കുകയാണ്. തീർത്തിട്ട് യേശു ഒരു ചോദ്യം ചോദിക്കും. ആ ചോദ്യം വളരെ റെലവൻ്റാണ്. കുറേ ഉപമകളിലൂടെ ദൈവരാജ്യം കടുക് മണി പോലെയാണെന്നും വയലിലെ നിധി പോലെയാണെന്നും കടലിലെറിയപ്പെട്ട വല പോലെയാണെന്നൊക്കെ യേശു ഇങ്ങനെ മനസ്സിലാവുന്ന ഭാഷയിൽ കുറേ പറയുന്നുണ്ട്. ഇതെല്ലാം പറഞ്ഞിട്ട് യേശു ചോദിച്ചു, ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായോ? ഇത് നല്ലൊരു ചോദ്യമാണ്. മുമ്പിലിരിക്കുന്നവർക്ക് അവൻ്റെ ഭാഷ മനസ്സിലാവുന്നുണ്ടോ എന്ന് എപ്പോഴും അവൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് അവൻ ചോദിച്ചു, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഈ ഒരു ചോദ്യം എപ്പോഴും നമ്മൾ നമ്മുടെ മുമ്പിലിരിക്കുന്നവരോട് ചോദിച്ചുകൊണ്ടിരിക്കണം. എനിക്ക് തോന്നുന്നു ഇന്ന് ഈ ഭൂമിക്ക് പറ്റിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ തകർച്ച എന്താണെന്ന് വെച്ചാൽ അത് പറയുന്ന കാര്യം മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ്. പണ്ട് പഴയ നിയമത്തിൽ ബാബേൽ ഗോപുരം പണിതത് നമുക്കറിയാമല്ലോ. ബാബേൽ ഗോപുരം പണിതപ്പോൾ തകർന്നു പോകാനുള്ള കാരണം ഭാഷകൾ ദൈവം ചിതറിച്ച് കളഞ്ഞു എന്നുള്ളതാണ്. ഒരാൾ ചട്ടി എടുക്കാൻ പറയുമ്പോൾ അടുത്തുള്ള സിമ്മൻ്റ് എടുത്തു, സിമ്മൻ്റ് എടുക്കാൻ പറഞ്ഞപ്പോൾ മണലെടുത്തു. ഇങ്ങനെ ഒരു ഗോപുരം പണിതുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞ കാര്യം മനസ്സിലായില്ല, അതുകൊണ്ട് തകർന്നു പോയി. അതൊരു വ്യത്യസ്ത കോൺടെക്സ്റ്റ് ആണെങ്കിലും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ മുമ്പിലിരിക്കുന്നവർക്ക് കാര്യം മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ എത്ര വലിയ ഗോപുരം പണിതാലും തകർന്നു പോകും. ബാബേൽ ഗോപുരം തകരേണ്ട ഒരു ഗോപുരമാണ്, പക്ഷേ തകരാതിരിക്കേണ്ട ചില ഗോപുരങ്ങളുണ്ട്. ആ ഗോപുരമാണ് നമ്മുടെ കുടുംബജീവിതത്തിലെ ചില ബന്ധങ്ങൾ, നമ്മളായിരിക്കുന്നിടത്ത് ചില മനുഷ്യരൊക്കെ. മുമ്പിലിരിക്കുന്നവർക്ക് നമ്മളുടെ മനസ്സിലെ വേദനകൾ മനസ്സിലായില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഒരമ്മ വീട്ടിൽ ഒത്തിരി കലഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇത്രയധികം അമ്മ കലഹിക്കുന്നതെന്ന് മക്കൾക്കും ജീവിത പങ്കാളിക്കും മനസ്സിലായില്ലെങ്കിൽ എന്ത് ചെയ്യും? ഒരപ്പൻ എല്ലാ അധ്വാനം കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ കുറച്ച് സമയം സ്വസ്ഥത വേണമെന്ന് കരുതി മിണ്ടാതിരിക്കുമ്പോൾ ആ മൗനത്തിനിടയിൽ എന്തൊക്കെയോ വേദനകളും കഷ്ടപ്പാടും ഉണ്ടെന്ന് മനസ്സിലായില്ലെങ്കിൽ എന്ത് ചെയ്യും? മക്കൾക്ക് കൃത്യമായി പഠനത്തിലോ ജോലിയിലൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതെ വല്ലാണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സമയത്ത് അവരുടെ ഉള്ളിൽ എന്താണെന്ന് മനസ്സിലായില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു സന്യസ്ത ഭവനത്തിനകത്ത് കൂടെയുള്ളൊരു അച്ഛനോ സിസ്റ്ററോ കുറച്ച് സമയം കൂടി പള്ളിയിൽ നിന്ന് പ്രാർത്ഥിക്കുന്നില്ല എന്നും കുർബാനയിലൊക്കെ ഒത്തിരി അലോസരപ്പെടുന്നുണ്ടെന്നൊക്കെ ഓർക്കുമ്പോൾ എന്താണ് ഈ കാരണമെന്ന് മനസ്സിലായില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു ജോലി സ്ഥലത്ത് കൂടെ നിൽക്കുന്നയാൾ, ഏറ്റവും നന്നായിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്ന ആൾ ഇപ്പോൾ അത്ര നന്നായിട്ട് ജോലി ചെയ്യുന്നില്ല എന്നറിയുമ്പോൾ അയാളുടെ മനസ്സിൽ എന്താണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്ത് ചെയ്യും? എനിക്ക് തോന്നുന്നു പറയുന്ന കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട്, ഈ പറയാത്ത കാര്യങ്ങൾ മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വേദന. ഇന്ന് ഈ ഭൂമിക്ക് ആവശ്യം പറയുന്ന കാര്യങ്ങൾ മനസ്സിലാകുന്ന മനുഷ്യരല്ല, പറയാത്ത കാര്യം കൂടി മനസ്സിലാകുന്ന മനുഷ്യരെയാണ്. അങ്ങനെ പറയാത്ത കാര്യങ്ങൾ മനസ്സിലാകുന്ന മനുഷ്യരാകാൻ പറ്റുന്നുണ്ടോ? ക്രിസ്തു ചോദിച്ച ചോദ്യം ഇപ്പോഴും നമ്മുടെ നോക്കി പലരും ചോദിക്കുന്നുണ്ട്. ഞാൻ പറയുന്ന കാര്യം നിനക്ക് മനസ്സിലാകുന്നുണ്ടോ? ശിഷ്യന്മാർ വളരെ സൗമ്യതയുടെ ഉത്തരം പറഞ്ഞു, പൂവ്. ഒറ്റ വാക്ക് മതി, പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നുണ്ട്. ഈ മുമ്പിലിരിക്കുന്ന ആൾക്ക് മനസ്സിലാക്കാൻ തക്ക വിധത്തിൽ ചില കാര്യങ്ങൾ ഇനി പറയണം. അതിന് അവരുടെ മനസ്സറിയണം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.